സീറോ മലബാർ സഭയിൽ സമാധാനമായി. ഏറെക്കാലമായി നീടിപ്പുകഞ്ഞു നിന്ന ഏകീകൃത കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരം. മാർപ്പാപ്പയെ പോലും വെല്ലുവിളിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എങ്ങനെ ആവശ്യങ്ങൾ നേടിയെടുത്തു? എന്നാൽ ജനാഭിമുഖ കുർബാനയുമായി അവർക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? ചോദ്യങ്ങൾ ബാക്കിയാണ്. ജൂൺ 19 ചർച്ചകളിൽ രൂപപ്പെട്ട സമവായത്തിന് ഇന്നലെ രാത്രി ചേർന്ന സംയുക്ത യോഗം അംഗീകാരം നൽകിയതോടെയാണ് കുർബാന തർക്കത്തിന് പരിഹാരമായത്. ഇതോടെ എറണാകുളം അങ്കമാലിയിൽ കുറേ നാളുകൾ കൂടി ജനാഭിമുഖ കുർബാന തുടരും. എന്നാൽ സമാന്തരമായി സിനഡ് കുർബാന നടപ്പായി തുടങ്ങും. ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഏകീകൃത രീതിയിൽ ഇടവക വികാരിയുടെ സൗകര്യം പോലെ നടത്തും. ഇത് ജൂലൈ 3 മുതൽ നടപ്പാകും. സിനഡ് കുർബാന നടത്തുന്നതിൽ നിന്ന് സ്ഥാപനങ്ങളെ ഒഴിവാക്കി. എന്നാൽ സന്യാസ ഭവനങ്ങളിൽ സിനഡ് കുർബാന മാത്രമേ നടത്താവൂ. ഇത് വൈദികർ സംബന്ധിച്ച സാഹചര്യത്തിൽ എല്ലാ അച്ചടക്ക നടപടികളും മരവിപ്പിക്കും. അതിരൂപത വിഭജിക്കുകയില്ല. ജനാഭിമുഖ കുർബാന അസാധുവാണെന്ന പ്രഖ്യാപനം ഇതുവരെ തിരുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതിരൂപത പൂർണ്ണമായും സിനഡ് കുർബാനയിലേക്ക് മാറേണ്ടി വരുമെന്നും ഉറപ്പാണ്. എന്നാൽ വിട്ടുവീഴ്ചകളിലൂടെ ഇരുപക്ഷവും മുഖം രക്ഷിച്ചു. തർക്കം പരിഹരിക്കുന്നതിന് തൊട്ടുമുമ്പും സമവായം പൊളിയുമെന്ന സംശയമുണ്ടായിരുന്നു. മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന താക്കീതിൻ്റെ സ്വരമുള്ള റാഫേൽ തട്ടിലിൻ്റെ വീഡിയോ പുറത്തുവിട്ടതാണ് അവസാനം പ്രശ്നമായത്. മേജർ ആർച്ച് ബിഷപ്പ് അൽമായ സംഘത്തെ നേരിട്ട് കണ്ട് വീഡിയോ കാലഹരണപ്പെട്ടതാണെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് തർക്കം തീർന്നത്. ഒരർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്ക് മുമ്പിൽ ആഗോള കത്തോലിക്ക സഭ തന്നെ മുട്ടുമടക്കിയ സ്ഥിതിയാണ്. സീറോ മലബാർ സഭയിലെ ഒന്നാമത്തെ കർദിനാളായിരുന്ന ജോസഫ് പാറേക്കാട്ടിൽ പകർന്നു നൽകിയ ജനാഭിമുഖ കുർബാന സംരക്ഷിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. മാർപ്പാപ്പ നേരിട്ട് നടത്തിയ വീഡിയോയിലൂടെയുള്ള അഭ്യർത്ഥന പോലും വിമതർ തള്ളിക്കളഞ്ഞിരുന്നു. കത്തോലിക്ക സഭ പരമോന്നത ശിക്ഷയായ മഹറോൺ കാട്ടി പേടിപ്പിച്ചപ്പോൾ പിളർന്ന് പുതിയ സഭയാകുമെന്നായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മറുപടി. ഇതോടെ പിളർപ്പൊഴിവാക്കാനുള്ള നെട്ടോട്ടത്തിലായി സഭാ നേതൃത്വം. ഒടുവിൽ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപത അഡ്മിനിസ്ട്രേറ്ററും ചേർന്നെടുത്ത തീരുമാനമാണ് സമവായത്തിനിടയാക്കിയത്. കുർബാന തർക്കത്തിൽ തട്ടിവീണത് ഒരു മേജർ ആർച്ച് ബിഷപ്പിന് പുറമെ 3 മെത്രാന്മാരും 2 മെത്രാപ്പൊലീത്താമാരും അടക്കം 6 പേരാണ്. ഏറ്റവും നഷ്ടം മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരിക്ക് തന്നെ. വിഭജനത്തിന്റെ വക്കിൽ നിന്ന് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ റാഫേലിനും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ ബോസ്കോയ്ക്കും കഴിഞ്ഞു. ജനാഭിമുഖ കുർബാന പിൻവാതിലിലൂടെ നിയമപരമാകുമ്പോൾ ഏകീകരണത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് സീറോ മലബാർ സഭയുടെ തനത് കുർബാനക്രമമായിരുന്ന സമ്പൂർണ്ണ അൾത്താരാഭിമുഖ കുർബാനക്രമമാണ്. ഈ വിഷയത്തിൽ ചങ്ങനാശ്ശേരി പ്രൊവിൻസിന് പ്രതിഷേധമുണ്ട്. ഇതിനൊപ്പം എറണാകുളത്തിന്റെ ചുവട് പിടിച്ച് ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള മുറവിളി മറ്റു രൂപതകളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ ഓഗസ്റ്റ് സിനഡിന് മുമ്പ് തന്നെ മിക്ക രൂപതകളിലും ജനാഭിമുഖ കുർബാന മടങ്ങിയെത്തിയേക്കും.